ശ്രീകരൻ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ടെന്ന് അവരോടൊന്ന് കാത്തിരിക്കാൻ പറ. ശ്രീകർ, നീ പറയേ. അതച്ഛാ, അത് എന്താന്ന് പറയടാ. അവിടെ വന്ന ആൾക്കാര് വളരെ പ്രധാനപ്പെട്ട എന്തോ പറയാനാ വന്നത്. ഒന്ന് വേഗം വാ അമ്മേ. നീ ഒന്നും പറയാത്തതെന്താ? നീ കാര്യം പറ. ഞാനത് പിന്നെ പറയാമേ. ആദ്യം നിങ്ങൾ ആ ഗസ്റ്റിന്റെ കാര്യം നോക്ക്. അമ്മേ ഒന്ന് വേഗം വന്നേ. വന്നേ. അതിനിടയിലേക്ക് ലാവണ്യ കയറി വന്നു. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്റെ ഏട്ടൻ വിഷമിക്കരുത്. പക്ഷേ ഇവിടുന്ന് പോകുമ്പോഴേക്കും തീർച്ചയായിട്ടും ഞാൻ പറയാം. ഞങ്ങളുടെ മകന് ഈ കുട്ടിയെ തന്നെ മതിയെന്ന് പറഞ്ഞു വാശിയില്ല. അതല്ല, ഈ കുട്ടിയാരാ? ഞങ്ങള് പെണ്ണ് കാണാൻ വന്ന സമയത്തൊന്നും ഇവളെ കണ്ടേയില്ല. അന്ന് ഇവളവിടെ ഇല്ലായിരുന്നു. പ്രധാനപ്പെട്ടൊരു ജോലി ഉണ്ടായിരുന്നോണ്ട് അങ്ങോട്ട് പോയി. ഓ, നിങ്ങൾ പുറത്തേക്ക് പോയപ്പോ തന്നെ അവള് തിരിച്ചു വന്നതാ. ഓ, അമ്മേ ഇവരാണ് ഗസ്റ്റ്. നമസ്കാരം. നിങ്ങളിവിടേക്ക് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് വന്നതാ. ഫോണിൽ കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ, പിന്നെന്തിനാ ഇങ്ങോട്ട് വന്നത്? അത് പഠിക്കാൻ തീരുമാനിച്ചതുകൊണ്ട് ഉടനെ ഈ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞില്ലേ? പക്ഷെ അവനിക്കിത് ഇഷ്ടമേ അല്ലെന്ന് ഇവിടെ വന്നപ്പോഴാ മനസ്സിലായി. ഇതില് സത്യം എന്താണ്? ഏതാ വിശ്വസിക്കണ്ടേ? എഡ്യൂക്കേഷനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞത് ജെനുവിൻ റീസൺ ആണെങ്കിൽ ഞാൻ പഠിപ്പിച്ചോളാം, ജോലിയും കണ്ടെത്തി കൊടുക്കാം. എന്റെ വീട്ടിൽ ആവണിക്ക് ഒരു റെസ്ട്രിക്ഷനും ഉണ്ടാവില്ല. വേണമെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറയാം. ആവണി ഒന്ന് വിളിക്കുവോ? നമുക്ക് പിന്നെ സംസാരിച്ചാലോ? നിങ്ങൾ ഇപ്പൊ ചെന്നോളൂ. പിന്നീട് സംസാരിക്കാനായിരുന്നെങ്കിൽ ഇത്രയും ദൂരം ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ വരില്ലായിരുന്നല്ലോ. അതെ, നിങ്ങൾ ഞങ്ങളോട് പെർമിഷൻ ചോദിച്ചിട്ട് വന്നതല്ലോ, നിങ്ങളുടെ ഇഷ്ടപ്രകാരം വന്നതല്ലേ. അത് നിങ്ങളുടെ പ്രശ്നം, ഞങ്ങളുടെ കുഴപ്പമല്ലല്ലോ. ആവനി അവിടെ ശ്രീകരനോട് സംസാരിച്ചോണ്ടിരിക്കുക. വിളിച്ചു ചോദിച്ച ഒരു തീരുമാനം ആവുമല്ലോ അച്ഛാ. അവളെ ഇങ്ങോട്ടൊന്ന് വിളിക്കാമോ? അവന് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചതിന്റെ കാരണം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണ്ടേ അമ്മേ? ശരിക്കും എന്നെ വേണ്ടെന്ന് വെക്കാൻ മാത്രം പ്രോപ്പർ റീസൺ എന്താ? പറഞ്ഞതാ. ഇതിനെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാനില്ലേ? ഈ കാര്യം നമുക്ക് ഇതോടുകൂടി അങ്ങ് വിടാം. നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കേട്ടത് ശരിയാണെന്നല്ലേ? എന്താ കേട്ടത്? നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾ കേട്ടത് ഞാൻ എങ്ങനെ അറിയാനാ? നിങ്ങളുടെ മകൻ ശ്രീകറും ആവനിയും തമ്മിൽ എന്തോ ഉണ്ടെന്നാ ഞങ്ങൾ കേട്ടത്. രണ്ടാളും ഒരുമിച്ച് എപ്പോഴും കറക്കുമെന്നും കേട്ടു. ഒരുമിച്ച് കറങ്ങാന്ന് പറഞ്ഞു? ഇതിനേക്കാളും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളോട് എന്താ പറയേണ്ടത്? കാര്യം അറിയാതെ പറയുന്നതൊക്കെ കേട്ട് വെറുതെ തലയിൽ വേണ്ടാത്തതൊന്നും കയറ്റണ്ട. നാവ് ശ്രദ്ധിച്ചുപയോഗിക്കണം. അല്ലെങ്കിൽ പിന്നെ നിങ്ങളെല്ലാവരും ഇവിടെയുള്ളപ്പോ അവര് മാത്രം ഒറ്റയ്ക്ക് മാറി അവിടെ പോയി നിൽക്കുന്നതിന്?
അതെ, അവര് തമ്മിൽ നല്ല ഫ്രണ്ട്സാ. അവർക്കിടയിൽ വേണ്ടാത്ത റിലേഷൻ ഒന്നുമില്ല. ഇനി ഇത്തരത്തിലുള്ള സംസാരമൊന്നും വേണ്ട. ഇവര് ചോദിച്ചതിൽ എന്താ തെറ്റച്ച? ആ വസന്ത, അവര് ചോദിക്കുന്ന നമ്മുടെ ആവനീനെ കുറിച്ചാ. നിനക്ക് ഈ സീനിൽ ഡയലോഗ് ഇല്ല, നീ മിണ്ടാതിരുന്നു. അവർക്കിടയിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കൂല. നിങ്ങൾ എന്ത് കരുതണമെന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാ? എന്ത് ചെയ്യൂന്ന് പറഞ്ഞ് സിമ്പിൾ ആയിട്ട് അങ്ങനെ കൈയൊഴിഞ്ഞ പിന്നെ എന്താ ചെയ്യേണ്ടതച്ചാ? അവരെ രണ്ടാളെയും വിളിച്ച് ശിവന്റെ മുമ്പിൽ പിടിച്ചു നിർത്തി, ശ്രീകർ ആവനി എന്ന ഞങ്ങൾക്കിടയിൽ മറ്റൊരു ബന്ധവും ഇല്ല, ഞങ്ങളുടെ ഇടയിൽ വെറും സൗഹൃദം മാത്രമാണെന്ന് സത്യം ചെയ്യിപ്പിച്ച എല്ലാവരുടെയും സംശയം തീർന്നു കിട്ടുമല്ലോ. ആ ലാവണ്യ പറഞ്ഞത് കറക്റ്റ് ആണല്ലോ. നിങ്ങളുടെ മോനും മരുമോളും നല്ലൊരു വഴി പറഞ്ഞില്ലേ? അങ്ങനെ ഒന്ന് ചെയ്യേ, അപ്പൊ ഞാൻ വിശ്വസിക്കാം. വീട്ടിലെ കാര്യങ്ങളൊക്കെ പുറത്തെ ചർച്ച അമ്മമ്മേ. പുറത്തുള്ളവരുടെ മുന്നില് സത്യം തെളിയിക്കാൻ കഴിഞ്ഞാലേ പേര് നിലനിർത്താൻ പറ്റൂ. പുറത്തുള്ളവർക്ക് തോന്നിയ പോലൊക്കെ സംസാരിക്കാനുള്ള അവസരം എന്തിനാ കൊടുക്കുന്നേ? ആ എന്നാ ഞാൻ അവിടെ പോയി അവരെ വിളിച്ചിട്ട് വരാം. നിക്ക്. അവിടെ നിക്ക്. അവരെ വിളിച്ച് ഇങ്ങനെ അപമാനിക്കേണ്ട ഒരു ആവശ്യമില്ല. ആവനിയെ ഒരുപാട് വിധത്തില് ഒരുപാട് സന്ദർഭങ്ങളില് എല്ലാവരും ചേർന്ന് പരീക്ഷിച്ചതല്ലേ? തെറ്റ് നമ്മളുടെയാണെന്ന് തെളിഞ്ഞതല്ലേ? ഇത്തവണ ആവനി അവൾ എന്താണെന്ന് തെളിയിക്കേണ്ട യാതൊരു ആവശ്യമില്ല. അവരെ രണ്ടുപേരെയും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമാണുള്ളത്. ഈ കാര്യത്തെക്കുറിച്ച് ഇനി സംസാരിക്കരുത്. ഇനി എത്ര പേരവരെ സംശയിച്ചാലും ഞങ്ങൾ ആരും തന്നെ അവരെ സംശയിക്കില്ല. സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്? ആ സമൂഹത്തിന്റെ കാര്യം ഞങ്ങൾക്കറിയേണ്ട കാര്യമല്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ വേദവതിയമായി? അവളെ കണ്ടപ്പോ ഞങ്ങൾ ആഗ്രഹിച്ചു പോയി. എപ്പോഴെങ്കിലും ഒരു ദിവസം കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ മുമ്പിലേക്ക് കേറി വരാതെ സൂക്ഷിച്ചോ. അപ്പൊ അഭിമാനത്തെ കുറിച്ച് സംസാരിച്ചാലും നിങ്ങളുടെ മാനമേ പോകൂ. വാ, നമുക്ക് വാ. ആവനി കുടുംബത്തിന്റെ പേര് നിലനിർത്തുവാണോ അതോ ഇല്ലാതാക്കുവാണോന്ന് ശരിക്കൊന്ന് ആലോചിക്കേ. മറ്റൊരവസരം കിട്ടാതിരിക്കില്ല. വെറുതെ ടെൻഷൻ ആവരുത്. ഹായ് മിസ് ആവണി. വിഷ് ചെയ്യുമ്പോ തിരിച്ച് വിഷ് ചെയ്യുന്നതല്ലേ മിനിമം റെസ്പെക്ട് ആവണി. ഹലോ. പെട്ടെന്ന് ഞാൻ ഇവിടെ പ്രത്യക്ഷപ്പെട്ടത് ആശ്ചര്യം തന്നെയല്ലേ? നിന്റെ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നിന്നെ പോലെ ഷോക്കായത്. ഹു ആർ യു? ഹായ് ശ്രീഗർ, ദിസ് ഈസ് കല്യാൺ. എന്നെ കുറിച്ച് വീട്ടുകാരൊക്കെ പറഞ്ഞു കാണുമല്ലോ. ഈ അടുത്ത് ആവണിയെ പെണ്ണ് കാണാൻ വേണ്ടി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. നമ്മുടെ കല്യാണത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയാ പാരൻസിനെയും കൂട്ടി ഇങ്ങോട്ട് വന്നത്. എന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞെന്ന് മനസ്സിലായി. കാരണം എന്താന്ന് അന്വേഷിച്ചപ്പോ ഒരു സത്യം മനസ്സിലായി. നിങ്ങൾക്ക് രണ്ടാൾക്കും ഓൾറെഡി ഏതോ അഫയർ ഉണ്ടെന്ന്.
എല്ലാവരും കരുതുന്നുണ്ടെന്ന് ഞാനും വിശ്വസിച്ച് നിങ്ങളുടെ വീട്ടിലുള്ളവരോടൊക്കെ ചോദിച്ചു നോക്കി. ബട്ട് അപ്പോൾ എനിക്ക് മനസ്സിലായത് എന്താന്ന്, നിങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്സാന്നാ. നിങ്ങൾക്കിടയിൽ വേണ്ടാത്ത റിലേഷൻഷിപ്പ് ഒന്നും ഇല്ലെന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് റിലാക്സ് ആയി. ബട്ട് അപ്പോഴും ചെറിയൊരു ഡൗട്ട് എവിടെയോ ബാക്കിയുണ്ട്. ശരിക്കും താനീ പറയുന്നതിലൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ശ്രീകർ ബ്രോ, കൂൾ. ഞാൻ അവളോടാ സംസാരിക്കുന്നേ, നിങ്ങളോടല്ല. എനിക്ക് നിങ്ങളോട് സംസാരിക്കണമെന്നില്ല. നിങ്ങളിപ്പോ ഇവിടുന്ന് പോയിക്കോളൂ. തന്നെ എനിക്ക് ഇഷ്ടമായ അവണി. തന്നെ എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. താൻ എന്നെ വേണ്ടെന്ന് വെക്കാനുള്ള റീസൺ എന്താ? നിങ്ങളുടെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ എനിക്കും ഉണ്ടാവും. നിങ്ങൾക്കൊരാളെ ഇഷ്ടപ്പെട്ടു എന്ന കാരണം കൊണ്ട് അയാൾ നിങ്ങളെയും ഇഷ്ടപ്പെടണമെന്ന് റൂളൊന്നുമില്ല. Am I right? Of course, but കല്യാണത്തെക്കുറിച്ചൊരു പെണ്ണിന് ധാരാളം സ്വപ്നങ്ങളുണ്ടാവും. ദയവ് ചെയ്ത് ആ കാര്യങ്ങളെക്കുറിച്ചൊന്നും സംസാരിക്കാതെ ഇപ്പൊ നിങ്ങൾ പോയിക്കോളൂ. ഈ മൂഡില് ഈ ടോപ്പിക് അധികം സംസാരിക്കണ്ട. ബട്ട് ഇപ്പോഴും എനിക്ക് തന്നെ ഇഷ്ടമാണ്. നീ ഓക്കെ ആണെങ്കിൽ നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ ഇപ്പോഴും തയ്യാറാ. ഇങ്ങനെ ഓരോ അവന്മാര് വന്ന് സംസാരിക്കുമ്പോഴും കഴിവ് കെട്ടവനെ പോലെ ഞാൻ നോക്കി നിൽക്കുക. തന്നെ വലിയൊരു കുടുംബത്തിലേക്ക് കൊണ്ടുപോയി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരുകയും ചെയ്തു. അങ്ങനെ എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എന്റെ ഭാര്യ എന്ന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഇന്നിനി ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും ആ അംഗീകാരം തനിക്ക് കിട്ടിയേ പറ്റും. വന്ന സമയം തൊട്ട് നമ്മളെല്ലാം ഇവിടെ നിൽക്കുമ്പോ ആ ആവനി ആങ്ങളെയും കൊണ്ട് എങ്ങോട്ടാ പോയത്? നമസ്കാരം. 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 എല്ലാവർക്കും സുഖാണല്ലോ? ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ലഭിച്ച എല്ലാവർക്കും സന്തോഷമാവും. ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അതെന്ത് പറ്റി? ഇവളെന്റെ മോളാണ്, കോളേജിൽ പഠിച്ചോണ്ടിരിക്കുക. കല്യാണപ്രായമായതുകൊണ്ട് ഒരു കല്യാണത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോ അവൾക്കൊരാളെ ഇഷ്ടമാണെന്നും പറഞ്ഞ് വലിയ തലവേദന ഉണ്ടാക്കിക്കൊണ്ടിരിക്കാമേ. നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് രണ്ട് കുടുംബങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇവരുടെ പ്രേമത്തെ അംഗീകരിച്ച് കല്യാണം നടത്തി കൊടുക്കാൻ ഞങ്ങളെ കൊണ്ടാവില്ല. ഇവരെ അബദ്ധത്തിലെങ്ങാനും ഞങ്ങൾ അറിയാതെ കല്യാണം കഴിച്ചു കഴിയുകയാണെങ്കിൽ വീട്ടുകാര് ഞങ്ങൾ എന്നേക്കുമായി ഇവരുമായി അകന്നു നിൽക്കേണ്ടി വരും. ഇവർക്ക് നിങ്ങൾ തന്നെ പറഞ്ഞു കൊടുക്കണം അമ്മേ. ഞങ്ങളിത് പറയുമ്പോ ശത്രുക്കളെ പോലെ കാണുന്നേ. നിങ്ങൾ പറഞ്ഞ ഇവരെന്തായാലും എല്ലാം കേൾക്കും. ഇനി ആകാശം കീഴ്മേൽ മറിഞ്ഞാലും ശരി, എല്ലാ സത്യങ്ങളും അമ്മയോട് തുറന്നു പറഞ്ഞിട്ടേ വരൂ.
ഒരാളില്ലാതെ മറ്റാൾക്ക് പറ്റില്ല. ഞങ്ങളെ വേർപ്പെടുത്തരുത്. ഞങ്ങളെ നിങ്ങൾ ചേർത്ത് വെക്കണം. നിങ്ങൾ പറഞ്ഞ ഇവരൊക്കെ കേൾക്കും. ഞങ്ങളുടെ കല്യാണക്കാരൻ പറയാൻ വേണ്ടി അദ്ദേഹം വീണ്ടും പോയി. അവിടെ ഇപ്പൊ എന്താണാവോ സംഭവിക്കുന്നത്? നിങ്ങളുടെ കാല് പിടിക്കാൻ പിടിക്കാം അമ്മേ. ഈ ആദ്യം നിങ്ങൾ എഴുന്നേക്ക്. വലിയൊരു പ്രശ്നമാകുമല്ലോ ഇത്. ഇനിയിപ്പോ വേദവതി അമ്മ ആരോട് നീതി കാണിക്കുമെന്ന് നമുക്ക് നോക്കാം. കുട്ടികൾക്ക് വേണ്ടി ആലോചിച്ചാ മുതിർന്നവർക്ക് ദേഷ്യം വരും. മുതിർന്നവർക്ക് വേണ്ടി ആലോചിച്ചാ കുട്ടികൾക്കും ദേഷ്യം വരും. വലിയ പ്രശ്നമാ. വീട്ടില്ലെങ്കിൽ പാമ്പ് കൊത്തും. കൊന്നു കഴിഞ്ഞാൽ ശാപം കിട്ടുമെന്ന് പറയുന്ന പോലെയുണ്ട്. നിലവിൽ ഞങ്ങളുടെ അമ്മയ്ക്ക് വീട്ടിലെ പ്രശ്നങ്ങൾ തന്നെ തീർപ്പ് പറയാൻ പറ്റുന്നില്ല. ഇതിൽ ഇനിയിപ്പോ എന്തു പറയാനാ? പൃഥ്വിരാജേ, കുറച്ചു നേരം വായടച്ചു പിടിച്ചാൽ നല്ലത് അതല്ലേ? ആവട്ടെ അച്ഛാ. ആവനിയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട് അമ്മയെന്ന് ശ്രീകരേട്ടൻ പറഞ്ഞ ആ സ്നേഹത്തെ അമ്മ അംഗീകരിക്കാവോ? പ്രണയ വിവാഹത്തെക്കുറിച്ച് അമ്മയ്ക്കുള്ളത് നല്ല അഭിപ്രായം തന്നെയാണോ? ഇപ്പോ നിങ്ങളെല്ലാവരും കൽപ്പിക്കുന്ന തീർപ്പിലാണ് ഞങ്ങളുടെയും ജീവിതത്തിന്റെ ഭാവി ഇരിക്കുന്നത് അമ്മേ. എത്ര നേരം ആലോചിക്കുന്നതമ്മേ? ഒന്ന് പെട്ടെന്ന് പറയേ. ഈ ചുറ്റുവട്ടത്തെ നാട്ടുകാരൊക്കെ എന്റെ വാക്കുകളെ ബഹുമാനിക്കും. എന്താണെന്ന് വെച്ചാ ഞാൻ പറയുന്നതിൽ ന്യായം ഉണ്ടാവുമെന്ന് അവർക്കെല്ലാവർക്കും അറിയാം. ഞാൻ നല്ലോണം ആലോചിച്ച് നിങ്ങളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. കേട്ടോളൂ. ഈ പ്രായത്തിലെ കുട്ടികൾക്ക് ഭാവിയെക്കുറിച്ച് ശരിയായ അറിവില്ലാതെ പ്രേമോന്നും പറഞ്ഞ് പ്രതീക്ഷകൾക്ക് തിരിതെളിയിക്കും. അതുവഴി സ്വപ്നതുല്യമായൊരു ജീവിതം നിങ്ങൾ രണ്ടുപേരും ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചെയ്യുന്നതൊക്കെ ഈ പ്രായത്തില് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നും. തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ഒരുപാട് നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. അച്ഛനും അമ്മയൊക്കെ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി ആയതുകൊണ്ട് മുതിർന്നവര് പറയുന്നത് കേൾക്കണം. നിങ്ങൾ നടക്കുന്നത് ശരിയായ വഴിയിലല്ലെങ്കിൽ മുതിർന്നവരുടെ ഇടയിൽ പക കത്തിക്കൊണ്ടേയിരിക്കും. അത് രണ്ടു കുടുംബങ്ങൾക്ക് നല്ലതാവില്ല മക്കളെ. എല്ലാവരുടെയും നന്മ ആഗ്രഹിക്കുന്നുണ്ട് ഈ വേദവതി നിങ്ങളുടെ നല്ലതിനു വേണ്ടി പറയുന്ന തീർപ്പാണിത്. വേദവതി അമ്മയെ എല്ലാരും ദൈവസ്ഥാനത്താ കാണുന്നേ. അമ്മ പറഞ്ഞത് കേട്ടോണം, മറത്തു പറയരുത്. ശരിയമ്മേ. ശരിയമ്മേ. ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിഷമായി കാണും. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ തെറ്റ് നിങ്ങൾ തന്നെ തിരിച്ചറിയും. പോയി വരൂ.
പറയേണ്ടവര് പറഞ്ഞാലേ കുട്ടികളുടെ തലയിലേക്ക് കയറും. കുട്ടികളെ നോക്കണേ. നിങ്ങൾ പറയുന്നത് ആരോടാണെങ്കിലും അത് വേദം തന്നെ ആയിരിക്കും അമ്മേ. വളരെ കൃത്യവും ലളിതമായി പ്രശ്നത്തിനൊരു പരിഹാരം കാണിച്ചു തന്നു. എന്നാ ഞങ്ങൾ വരട്ടെ. ശരി, വാ.